ഇവിടെ കുറച്ച് പൾസസ് ഇരിപ്പുണ്ട്. ഞാൻ മറ്റേ വീഡിയോയിൽ കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്ന് എടുത്തിരുന്നു. അപ്പോൾ പൾസസ് നമുക്ക് കുറച്ച് വാരി വിതറിയിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ക്യാമറ ഇരിപ്പുണ്ട്, നോക്കാം. ഒരുപാട് ഭയങ്കര ഹാഷ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ അതിൻ്റെ മേളിൽ വെച്ച് നമുക്ക് ആ ലൈറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ക്യാമറയിൽ ഞാൻ അത് തന്നെ ഫോക്കസ് ചെയ്യുന്നത് ആ പൾസസിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നമുക്കത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും ഫോക്കസ് കറക്റ്റായിട്ട് നോക്കണം. കാരണം ഡെപ്ത് ഓഫ് ഫീൽഡ് തീരെ കുറച്ചിടുമ്പോൾ നമുക്കതിനകത്ത് കറക്റ്റ് ഫോക്കസ് അല്ലെങ്കിൽ ഭയങ്കര ബോറായി പോകും. ഞാൻ ഉദ്ദേശിക്കുന്ന ആ പയറിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനാണ്. നമസ്കാരം, മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടായി. വീട്ടിൽ തന്നെയുള്ള ഒബ്ജക്ട്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കിച്ചണിൽ തന്നെയുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഫോട്ടോസ് എടുക്കാമെന്നതിനെ പറ്റിയൊരു വീഡിയോ വരുന്നത്. അത് കുറച്ച് പേരെ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയേണ്ടായി, കുറേ പേര് വിമർശിക്കുകയുണ്ടായി. വിമർശനങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അടുത്ത പ്രാവശ്യം അത് ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി അന്ന് എടുത്ത ഫോട്ടോസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഫ്ലോ ആയിരുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അത്ര നല്ല ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോയിൽ ഇട്ടപ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു അപ്പിയറൻസ് ഉണ്ടായിരുന്നു. അതപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് കുറേ പേര് ചോദിക്കേണ്ടായി. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയാൻ പറ്റില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൂള് ലൈറ്റ് റൂം ആണ്. അഡോബിയുടെ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ടൂളാണ് ലൈറ്റ് റൂം. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഓൺലൈനിലുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ലൈറ്റ് റൂം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂവർ പണ്ടേ ലൈറ്റ് റൂം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡോബിയുടെ ടൂളും കൂടി ആയതുകൊണ്ട് വളരെ പോപ്പുലർ ആണ്, വളരെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അഡോബിയുടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രീമിയർ പ്രോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡൈനാമിക്സ് 3Dക്ക് വേണ്ടിയിട്ട്, ആഫ്റ്റർ എഫക്ട്സ് എന്തെങ്കിലും വിഷ്വൽ എഫക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലുസ്ട്രേറ്റർ എന്തെങ്കിലും നമുക്ക് വരയ്ക്കാനൊക്കെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ടൺ കണക്കിന് ടൂൾസ് അവരേലുണ്ട്. അത്ര ഒന്നും എന്തായാലും ഒരു 10-50 ടൂളെങ്കിലും അവരെ ലൈബ്രറി കാണും. അപ്പോൾ അതിനകത്ത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ടൂളാണ് ലൈറ്റ് റൂം. ഞാൻ യൂസ് ചെയ്ത് നോക്കില്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമാണ്. മൊബൈലിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന വേറെ പല ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഞാൻ സാധാരണ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും. ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് മിസ്സിംഗ് ആണോ, എവിടേക്കാണ് എഡിറ്റിംഗ്, എങ്ങനെയൊക്കെയാണ് കറക്ഷൻസ് നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്യാറ്. ലൈറ്റ് റൂമിൻ്റെ മൊബൈൽ വെർഷൻസ് വേറെ ഉണ്ട്, നിങ്ങൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തുള്ള കാര്യമായിരിക്കും. ഇൻ കേസ് അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ വളരെ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോകാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ, നമ്മളെടുത്ത ഇമേജ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിൽ വേണ്ട ടൂൾസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഉണ്ടാവും എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ നമുക്ക് ഇത് നോക്കി ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത എല്ലാ ഫോട്ടോസും ഈ ബോട്ടം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നോർമലി വന്ന ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈബ്രറി എന്ന ഒരു ഇതിലായിരിക്കും. അപ്പോൾ ഈ ലൈബ്രറിയിൽ വന്നിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ഫോൾഡറിൽ നിന്ന് എല്ലാം ഇമ്പോർട്ട് ചെയ്യാം. ബേസിക്കലി ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൾഡർ കൊടുക്കാം, ഏത് സോഴ്സിൽ നമുക്ക് എടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഹാർഡ് ഡിസ്കിൽ ഇത് ഞാൻ മാക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വിൻഡോസിൽ ഇത് ഇങ്ങനെ തന്നെയാണ് വർക്ക്. ഞാൻ പണ്ട് വിൻഡോസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏത് ഫോൾഡറിനാണുള്ളതെന്ന് വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി അതിന് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോട്ടോസ് എല്ലാം ഇവിടെ വരുന്നത്. നമുക്ക് ഈ ഇമേജ് ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബേസിക്കലി ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ടാബിലേക്ക് പോവാണ്. ഡെവലപ്മെൻറ്റ് ടാബിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാറ് ബേസിക്കലി എല്ലാ ടൂൾസും ഉള്ളത്. ബാക്കി ഞാൻ ചെയ്യുന്ന വർക്ക് ഫ്ലോ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ഒരു പക്ഷേ ഡിഫറെൻ്റ് ആയാലും മറ്റു ഫോട്ടോഗ്രാഫേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയ ടൂൾസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയ വർക്ക് ഫ്ലോസ് അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എടുത്ത ഉടനെ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേണ്ട വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം. പക്ഷേ നമുക്കിനകത്ത് വൈറ്റ്സ് ഏതാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഐ ഡ്രോപ്പ് ടൂൾ എടുത്തിട്ട് നമ്മൾ ആ വൈറ്റിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ റെക്കഗ്നൈസ് ചെയ്യും അതാണ് വൈറ്റ്. അതനുസരിച്ച് മറ്റ് ടോൺസ് ഒക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അത് നോട്ട് നെസസറി, നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പോഷറാണ്. എപ്പോഴും എടുക്കുന്ന ഇമേജൊക്കെ ഒരു 2 ടോൺസ് അല്ലെങ്കിൽ ഒരു 2 സ്റ്റോപ്സ് അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ട് എടുക്കാറുള്ളതാണ് പതിവ്. നമുക്ക് എക്സ്പോഷർ പൊടിക്ക് കൂട്ടി വയ്ക്കേണ്ടി വരും. ഞാൻ ജസ്റ്റ് ഒരു ഇച്ചിരി കൂട്ടി എക്സ്പോഷർ. പിന്നെ കോൺട്രാസ്റ്റ് ആണ്. നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് കിട്ടിയതുകൊണ്ട് കോൺട്രാസ്റ്റ് കൂട്ടുക എന്നുള്ളത്. ഡാർക്കും ലൈറ്റും ഏരിയ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ബേസിക്കലി കോൺട്രാസ്റ്റ് തരുന്നത്. ഇത് നമ്മൾ ഒരിക്കലും ഹൈ കൂട്ടി വയ്ക്കരുത്. കൂട്ടി വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊരു ഇമേജ് അപ്പീലിംഗ് ആയിട്ട് തോന്നും, പക്ഷേ അത് നമുക്കത് പിന്നെ അത് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ എപ്പോഴും കോൺട്രാസ്റ്റ് ഒരു പൊടി കുറയ്ക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത്രയും പഞ്ചിയല്ല, പക്ഷെ നമുക്ക് വേറെ ഒരുപാട് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അന്നേരം നമുക്കത് കൂടുതൽ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും.
ഇപ്പോൾ കോൺട്രാസ്റ്റ് ഞാൻ എപ്പോഴും ഒരു നല്ലോണം കുറച്ച് വയ്ക്കും, അത്യാവശ്യം ഡിപ്പെൻസ് അപ്പോൺ ദി ഇമേജ്. ഇതിനകത്തിപ്പോൾ എനിക്ക് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ ഒരു -25 പിടിക്കുന്നു. പിന്നെ ഹൈലൈറ്റ്സ് എപ്പോഴും എക്സ്പോഷറും ഹൈലൈറ്റ്സും നമുക്കിപ്പോൾ ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിൽ ഹൈലൈറ്റ്സ് കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം. ഇതിൻ്റെ കേസിൽ എനിക്കൊരു ഇച്ചിരി ഹൈലൈറ്റ് കൂട്ടി വെച്ചാൽ കൊള്ളുന്നുണ്ട്, ഒരു പൊടി. ഷാഡോസ് കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഹൈലൈറ്റ്സ് കൂട്ടും ഷാഡോസ് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇമേജിന് ഒരു ബാലൻസ് കിട്ടും. പിന്നെ വൈറ്റ്സ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ വൈറ്റ്സ് നമുക്ക് ഒരു പൊടിക്ക് പുഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊരു ബ്രൈറ്റ് ലുക്ക് കിട്ടും, ഒരു വെള്ള കളർ അതിനെ പുഷ് ചെയ്യാം. ബ്ലാക്ക്സ് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ബ്ലാക്ക്സ് കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഷാഡോസ് ഒക്കെ ഒന്നുകൂടെ ഡിമ്മായിട്ട് ഹൈലൈറ്റ്സിനൊക്കെ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് ഇമേജ് കാണിക്കും. അപ്പോൾ നല്ല രസമുള്ള ഒരു രീതിയിൽ അത് കാണാൻ പറ്റും. പിന്നെ താഴോട്ട് വന്ന ടോൺ കർവ് എന്നൊരു സംഭവമുണ്ട്, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ബിക്കോസ് ഈ ഇമേജിന് ഇപ്പോൾ എനിക്ക് ടോൺ കർവ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അധികം ആവശ്യമില്ല, ഞാൻ അതിലേക്ക് പിന്നീട് വരാം. പിന്നെ ഉള്ളത് ഹ്യൂജ് സാച്ചുറേഷൻ ലൂമിനൻസ് ആണ്. ബേസിക്കലി HSL എന്ന് ഇതിന് പറയും, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എങ്കിലും ഞാൻ ജസ്റ്റ് വേഗം പറഞ്ഞു പോകാം. ഹ്യൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് കളർ എന്നുള്ളതാണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ നമുക്ക് ഏത് കളറിനെയും ഹ്യൂ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ദ കളറാണ്. ഇപ്പോൾ സാധാ ഗ്രീനോ അല്ലെങ്കിൽ ബ്രൈറ്റ് ഗ്രീനോ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ, അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഗ്രീനെ വിളിക്കാം. അല്ലെങ്കിൽ ഗ്രീൻ അതുപോലെ മറ്റു കളറുകൾ വിളിക്കാം. ബ്ലൂമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ആണ്, അത്രമാത്രം ബ്രൈറ്റ് ആണ് ഈ ലൂമിനൻസ് എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത് ഏകദേശം. ഇനി കളർ സയൻസ് വളരെ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്, അതിനകത്തേക്കൊന്നും ഞാൻ ഡീപ്പായിട്ട് ഇറങ്ങുന്നില്ല. പക്ഷേ ജസ്റ്റ് ഒരു മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ എന്ത് സാധനവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. സാച്ചുറേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കളറിനെ ഇപ്പോൾ റെഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. ബ്ലൂമ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ ബ്രൈറ്റ്നസ് ലൂമിനൻസ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹ്യൂ സെലക്ട് ചെയ്തിട്ട് എനിക്കിതിനകത്ത് വേണ്ടത് ഈ കാണുന്ന പയറിനെ ഒരു ഭയങ്കര ഫ്ലാറ്റ് ലുക്കാണ്. ബേസിക്കലി യെല്ലോയിഷ് ലുക്കല്ല, യെല്ലോ ബ്രൗണിഷ് ലുക്കാണ്. എനിക്കതൊന്ന് റെഡിഷ് ആക്കി എടുത്താൽ കൊള്ളുന്നുണ്ട്. അത് റെഡിഷ് ആക്കിയിട്ട് ഈ ഹൈലൈറ്റ്, അതായത് ഈ കുപ്പിയുടെ അവിടെ കാണുന്ന ആ ഹൈലൈറ്റിനെ ഒരു അക്വയിലേക്ക് പുഷ് ചെയ്യുമ്പോൾ രണ്ടുകൂടെ കൂടി കോംപ്ലിമെന്റ് ചെയ്യുന്ന കളർ ടോൺ കിട്ടും. അതാണ് ഞാനിവിടെ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ചിനെ നമുക്ക് പുഷ് ചെയ്ത് റെഡിലേക്ക് കയറ്റാം. കണ്ടില്ലേ, ഇപ്പോൾ ഞങ്ങൾ ഓറഞ്ചിൽ പുഷ് ചെയ്ത് റെഡിലേക്ക് വരുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഭംഗി വന്നു. ഇത് എനിക്ക് വേണ്ട ഒരു ലുക്കാണ്, ഒരു പക്ഷേ മറ്റുള്ളവർക്ക് തപ്പിരിക്കായിട്ട് തോന്നണമെന്നില്ല. ഡിപ്പെൻസ് അപ്പോൺ ആരാണ് ഇത് വർക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ എന്തായാലും എനിക്കിത് ഒരു രസമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് റെഡിലേക്ക് ഓറഞ്ചിലേക്ക് പുഷ് ചെയ്യുന്നു. റെഡിനെ പതുക്കെ ഒന്നുകൂടെ റെഡിലേക്ക് നമുക്ക് പിടിച്ചു വയ്ക്കാം. കുറച്ച് കഴിഞ്ഞാലും വലിയ വ്യത്യാസം വരാനില്ല. അപ്പോൾ നമുക്കൊരു കുറച്ചൊരു ഓറഞ്ചിലേക്ക് പുഷ് ചെയ്യുക, ഇൻ കേസ് റെഡ് ഉണ്ടെങ്കിൽ കൂടെ. മറ്റേ കളറിൽ അങ്ങനെ തന്നെ വെക്കുന്നു. അക്വയിനെ എനിക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യണമെന്നുണ്ട് മറ്റേ ബ്ലൂവിലേക്ക്, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്താലും കാര്യമായിട്ടൊരു ഡിഫറൻസ് നമുക്ക് അത് കിട്ടാൻ, അല്ലെങ്കിൽ ഈ ഏരിയ നമുക്ക് വേറെ രീതിയിലും ബ്ലൂ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെയുള്ള സ്പ്ലിറ്റ് ടോണിങ് ആണ്. സ്പ്ലിറ്റ് ടോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഹൈലൈറ്റും ഷാഡോസും ബേസിക്കലി എന്താണ് വേണ്ടത്, ആ ഹൈലൈറ്റും ഷാഡോസും സെലക്ട് ചെയ്തിട്ട് ഏത് കളറാണ് വേണ്ടത് ആ കളർ നമുക്ക് ഈ ഹ്യൂവിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അതിൻ്റെ സാച്ചുറേഷൻ കൂട്ടാൻ പറ്റും. ഇൻ ദിസ് കേസ് എനിക്ക് വേണ്ടത് ഈ ഹൈലൈറ്റ് ആണ്, അതായത് കുപ്പിയുടെ മേലുള്ള ഭാഗം. അപ്പോൾ അതിന് വേണ്ട കളർ ഏതാണ്? ബ്ലൂ ആണ്. ഞാൻ നിങ്ങൾ പറഞ്ഞു എനിക്ക് അതിൻ്റെ ഒരു അക്വ ബ്ലൂ കളറിനെ ഒന്ന് പുഷ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, സാച്ചുറേഷൻ പതുക്കെ കൂട്ടി. കണ്ടോ, അപ്പോൾ അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ടോ? അപ്പോൾ ആ ഹൈലൈറ്റിന് ഞാൻ ബ്ലൂവിൽ വെച്ച് സാച്ചുറേഷൻ കൂട്ടിയപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു അക്വ ഫീൽ കിട്ടി. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആ പയറിൻ്റെ കളറിന് ഇപ്പോഴും ഒരു എന്താ പറയുക, ഒരു പഞ്ചി ഓറഞ്ച് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് യെല്ലോസും ഓറഞ്ചസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അതിനൊരു കുറച്ചൊരു രസമുള്ള ചുമപ്പ് വരുന്നുണ്ടോ കേട്ടോ. അപ്പോൾ യെല്ലോസ് ഞാൻ കുറച്ച് ഓറഞ്ചിലേക്ക് കൊണ്ടുവന്നു. ഓറഞ്ചും കുറച്ചു, ഗ്രീനെ വേണമെങ്കിൽ കുറച്ച് ടുവാർഡ്സ് യെല്ലോ എന്താ അധികമാക്കാണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് വയ്ക്കാം. ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ട ഒരു ലുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ഈ സ്പ്ലിറ്റ് ടോൺസും നമ്മുടെ ഈ HSL യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് എടുത്ത ഇമേജിൽ നിന്ന് കണ്ടുപിടിക്കാമെന്നുള്ള ഒരു പോയിന്റ് പറയാമെന്ന് മാത്രമാണ് ഞാൻ ഇതിന് ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ ഈ ടോൺ കർവിലേക്ക് വരാം. അതായത് ടോൺ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഓരോ കളറും അതിനെ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ഡിഫറെൻറ്റ് ഓപ്ഷനാണ്. ബേസിക്കലി നോർമലി ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ S ഫോർമേഷൻ ഈ ടോണിൽ കൊടുക്കുകയാണ് RGBക്ക്. അപ്പോൾ റെഡ് ഗ്രീൻ RGB റെഡ് ഗ്രീൻ ബ്ലൂ എല്ലാ കളറും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഈ ഡാർക്ക് ഏരിയ ഒന്ന് കുറച്ച് പിടിച്ചിട്ട് ഈ ലൈറ്റ് ബ്രൈറ്റ് ഏരിയ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ S ഫോർമേഷൻ വന്നു. അപ്പോൾ ഇമേജ് കുറച്ചുകൂടെ ഒരു അപ്പിയറിങ് ആയില്ലേ, നമ്മുടെ ഈ ബ്രൈറ്റ് ഏരിയകളൊന്നും തിളങ്ങി, അപ്പോൾ ഒരു തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം. അത് കൺട്രോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഡു ചെയ്യാം. എനിക്കിപ്പോൾ അത് അധികം ചെയ്യണമെന്ന് വലിയ താല്പര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തു നോക്കും. ഇതിനകത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ഓരോ കളറും പിടിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റെഡ് മാത്രം എനിക്ക് മതിയെങ്കിൽ റെഡിനെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ ഒന്ന് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂട്ടുകയോ ചെയ്യാം. കേട്ടോ, മേളിലേക്ക് ഭയങ്കര കൂട്ടി ഭയങ്കര ബോറായി, കുറച്ചാലും ഭയങ്കര ബോറായിരിക്കും.
അപ്പോൾ നമുക്ക് ഓൾറെഡി മറ്റേ ഞാൻ താഴെ പറഞ്ഞ നമ്മുടെ സ്പ്ലിറ്റ് ടോണിങ്ങും അല്ലെങ്കിൽ HSL യൂസ് ചെയ്ത് തന്നെ എനിക്ക് വേണ്ട ഒരു ഡിസൈൻ കളർ കോമ്പിനേഷൻ കിട്ടിയിരുന്നു. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇപ്പോൾ ഈ റെഡിൻ്റെ ഷാഡോസിനെ ഒന്ന് പുള്ളി ചെയ്തിട്ട് റെഡിൻ്റെ ബ്രൈറ്റ്നെസ്സിനെ ഒന്ന് പുഷ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു ഡിഫറെൻ്റ് ഒരു എന്താ പറയുക ഒരു ലുക്ക് കിട്ടും അതിൽ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ബ്ലൂസിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. കുറച്ച് ബ്ലൂ ഒന്നോടൊന്ന് പുഷ് ചെയ്തു, എന്നാലും ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഒന്ന് ബ്ലൂ ഒന്നുകൂടെ ഒന്ന് അത് അക്വാ ബ്ലൂയിഷ് അതൊന്നും അവിടെ ഒന്ന് പുഷ് ചെയ്തു. റെഡിനെ ഒന്നുകൂടെ ഈ സൈഡിൽ ഒന്നുകൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കി. അപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു ഡിസൈൻ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്തതും ഇപ്പോൾ വന്നതും തമ്മിലുള്ളൊരു ഡിഫറൻസ് അറിയുന്നുണ്ടെങ്കിൽ ഈ ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങളും ഇപ്പോൾ ചെയ്ത കാര്യങ്ങളും പല രീതിയിൽ കാണാൻ പറ്റും. നമ്മൾ ഇതിന് വീണ്ടും വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മുടെ ഇപ്പോൾ പഴയ പയർ ഏകദേശം ഈ കളറായിരുന്നു, ഇപ്പോൾ ആ പയർ ഈ കളറായിട്ടുണ്ട്. നമ്മുടെ ഈ പഴയ ഹൈലൈറ്റ് അതായത് കുപ്പിയുടെ ഭാഗത്തൊക്കെ ഈ കളറായിരുന്നു, ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെയായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വീണ്ടും വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേളിലും താഴെയായിട്ട് കാണാം, അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് മുമ്പ് ഒഴിവാക്കിയിട്ട് കാണിക്കും. അതിൽ ഇപ്പോൾ കുപ്പി പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ കുപ്പി ഏകദേശം ഇങ്ങനെയാണ്. ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്ന കുപ്പി. അതുപോലെ തന്നെ ഈ കുപ്പിയല്ല ജാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്, സോറി. പിന്നെ ഈ പയറിൻ്റെ കളറും ഏകദേശം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ട ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ ഗ്രീൻ ഉണ്ട്, പയറൊക്കെ ഫുൾ ഗ്രീനുമായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിച്ചൊരു ഒരു ലുക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇത് അപ്പീലിംഗ് ആയിട്ട് തോന്നണമെന്നില്ല. അത് ഡിപ്പെൻസ് ഓൺ ആരാണിത് കാണുന്നത്, ആരാണ് ഇതിനെ എടുക്കുന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ടൂളിനകത്തുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് പോവാം. നമ്മൾ വീണ്ടും പഴയ ഫുൾ സ്ക്രീനിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരാം. അപ്പോൾ നമുക്കൊരു സ്ക്രീൻ മാത്രമായിട്ട് ഈ ഇമേജ് മാത്രമായിട്ടൊന്ന് ഹൈലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ എല്ലൊരു ഓപ്ഷനാണ്. ക്ലിക്ക് ചെയ്യുക, എന്നുള്ള കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമേജ് മാത്രം കാണിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഫുൾ അനലൈസ് ചെയ്യാം, ഇത് എങ്ങനെയുണ്ട്, എങ്ങനെ നല്ലതാണോ എന്നൊക്കെ നമുക്ക് മൊത്തം വിലയിരുത്താൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ടൂളാണ് ജെ. അപ്പോൾ ജെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ബേസിക്കലി ഞാനിപ്പോൾ അതിൻ്റെ ഷാഡോസ് ഒക്കെ പുൾ ഡൗൺ ചെയ്തപ്പോൾ ഇതൊക്കെ എനിക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രീൻ ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നത്. അവിടുത്തെ ഒന്നും ഡീറ്റെയിൽസ് ഇമേജിനകത്തില്ല. ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ വേറെ ഡിസ്പ്ലേക്ക് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ പ്രിൻ്റ് ഒക്കെ ചെയ്യുമ്പോഴോ അവിടെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വേണം എന്നുണ്ട്. എനിക്കിപ്പോൾ ഈ ഡാർക്ക് ഏരിയയിൽ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ ഇമേജിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഈ ഇമേജ് ഈ കളർ കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ചുമന്ന ഒരു ഇത് കണ്ടില്ലേ. അപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഞാനിപ്പോൾ വെറുതെ ഒരു RGB പോയിട്ട് ബ്രൈറ്റ്നെസ് ഞാൻ പുഷ് ചെയ്യുകയാണെങ്കിൽ ആ ചുമപ്പ് കൂടി വരുന്നതാണ്. അപ്പോൾ അതായത് ബേസിക്കലി ഈ കാണുന്നതിനൊക്കെ എൻ്റെ ഡീറ്റെയിൽസ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് ഈ ഇമേജ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ടൂള് പറഞ്ഞു തരുന്നത്. അതുപോലെ ഷാഡോസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഏതായാലും ഇത് വേണ്ട, ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് അൺഡു ചെയ്തു. ഇത് പ്രിന്റ് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ മറ്റുള്ള ഡിസ്പ്ലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു ഇമേജ് അല്ല, ജസ്റ്റ് ഒരു ഫോർ ഫൺ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ മറ്റും യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചേർക്കുകയാണ്. അപ്പോൾ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം പോകുന്നതായിരിക്കും. ഇത്രയും കൂടി ടൂളിനെ പറ്റിയിട്ട് ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫയൽ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡറിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സ്പോർട്ട് സെറ്റിംഗ്സ് ഒക്കെ അതിനനുസരിച്ച് ക്വാളിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുക നിങ്ങളുടെ ഡിസൈഡ് ഔട്ട്പുട്ട് അനുസരിച്ചിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോയത്. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും വേഗത്തിൽ പറഞ്ഞു പോയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞുതരാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. യു ഗൈസ് ആർ ഫൺ. ടേക്ക് കെയർ. മറ്റൊരു വീഡിയോ ഇനി ദിവസം കാണുന്നവരെ പ്രയാസം പറയട്ടെ.